മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ യൂണിറ്റിലെ കൊച്ചു ചക്കരച്ചി എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ആദ്യ ഭാഗം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. പിന്നെ അതേപോലെ നമ്മൾ യൂണിറ്റിൻ്റെ പ്രവേശകത്തിൽ ഔവയാറിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. ഔവയാർ ഒരു സ്ഥാനപ്പേരാണെന്നും തിരുവള്ളുവരുടെ സമകാലികയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അഭിധന ചിന്താമണിയിൽ പറയുന്ന ഔവയാറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ മറ്റ് പുസ്തകങ്ങളിൽ പ്രാചീന തമിഴ് കവയിത്രിയാണ് ഔവയാറെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ സംഘകൃതികളായ അകനാനൂറ്, പുറനാനൂറ് ഇതൊക്കെ ഇവരുടെ കൃതികളാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഔവയാറുടെ ജീവചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഔവയാർ തമിഴ് കവയിത്രിയാണ് എന്നതാണ് കേട്ടോ. അതൊന്നുകൂടി മനസ്സിലാക്കുക. സമൃദ്ധമായ മാമ്പഴക്കാലത്തിൻ്റെ ഓർമ്മകളാണ് AP ഉദയഭാനു ഉപന്യാസകാരൻ നമ്മോട് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയെത്ര മാവുകളാണ് എൻ്റെ ഓർമ്മയിൽ വന്ന് നിരന്നു നിൽക്കുന്നത്. അതാ ആകാശം ഒരുമി ഒരു മാവ് നിൽക്കുന്നു. അതിനെ കുരുടിച്ചി എന്നാണ് വിളിക്കുന്നത്. കാര്യമെന്തെന്നോ, അതിൻ്റെ മാങ്ങയ്ക്ക് ചക്കക്കുരുവിൻ്റെ വലുപ്പമില്ല. കുട്ടികൾക്ക് പോലും അണയിൽ ഈരണ്ടെണ്ണം ഇടാം. എന്നാൽ എന്തൊരു നൂറും മധുരവുമാണ്. 10-45 കൊല്ലങ്ങൾക്കപ്പുറത്ത് നിന്ന് അതിൻ്റെ സ്വാദ് നാക്കിൻ്റെ അറ്റത്ത് വന്നു നിറയുന്നു. കാവുകുളങ്ങരെ നിന്ന ചക്കരച്ചിയുടെ പരിമളം ഇപ്പോഴും ഓർക്കാൻ കഴിയും. അങ്ങനെ പല പല മാവുകൾ അവരുടെ പ്രത്യേക സ്വാദുകളുമായി ഓടിയെത്തുന്നു. ലേഖകൻ പഴയ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പല തരത്തിലുള്ള മാവുകളിങ്ങനെ വന്ന് നിറയുകയാണ്, വന്ന് നിരന്നു നിൽക്കുകയാണ്. ആകാശമൊരുമി ഒരു മാവ് നിൽക്കുന്നു. അതിനിവരെന്താ വിളിച്ചിരുന്നത്? കുരുടിച്ചി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം എന്താണ്? അതിൻ്റെ മാങ്ങയ്ക്ക് ചക്കക്കുരുവിൻ്റെ വലിപ്പം പോലും ഇല്ല. അത്രയ്ക്ക് ചെറുതാണ് അതിൻ്റെ മാങ്ങ. കുട്ടികൾക്ക് അണയിൽ ഈരണ്ടെണ്ണം ഇടാം അല്ലേ, വായിൽ 2 മാങ്ങയൊക്കെ ഇടാം. കാരണം അത്രയ്ക്ക് വളരെ ചെറിയ മാങ്ങയാണ്. എന്നാൽ എന്തൊരു നൂറും മധുരവുമാണ്. നല്ല മധുരമുള്ള മാങ്ങയാണ്, പക്ഷേ വലിപ്പമില്ലാന്നേ ഉള്ളൂ. 10-45 കൊല്ലങ്ങൾക്കപ്പുറത്ത് നിന്ന് അതിൻ്റെ സ്വാദ് നാക്കിൻ്റെ അറ്റത്ത് വന്ന് നിറയുന്നു അല്ലേ. 10-45 വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ലേ ബാല്യകാലത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഓർത്തു നോക്കിയത്. അന്നത്തെ ആ മാങ്ങയുടെ ഇല്ലേ, അന്ന് വായിലിട്ട് രുചിച്ചിരുന്ന ആ മാങ്ങയുടെ രുചി ഇപ്പോഴും അതിൻ്റെ സ്വാദ് നാക്കിൻ്റെ അറ്റത്ത് വന്ന് നിറയുന്നു എന്നാണ് ഉപന്യാസകാരൻ പറയുന്നത്. അത്രയ്ക്ക് രുചിയുള്ള മധുരമുള്ള മാങ്ങയാണ് കുരുടിച്ചി എന്ന മാവിൻ്റേത്. അതുപോലെ തന്നെ കാവുകുളങ്ങര നിന്ന ചക്കരച്ചിയുടെ പരിമളം ഇപ്പോഴും ഓർക്കാൻ കഴിയും. കാവുകുളങ്ങര നിന്നിരുന്ന ചക്കരച്ചി എന്ന് പറഞ്ഞ മാവ്, അതിൻ്റെ ആ ഒരു പരിമളം എന്ന് പറഞ്ഞാൽ എന്താ? സുഗന്ധം അല്ലേ. മാവ് പൂക്കുമ്പോഴുള്ളൊരു സുഗന്ധമുണ്ട്, നല്ല മണമുണ്ട്. അപ്പം അത് ഇപ്പോഴും ഓർക്കാൻ കഴിയും. അങ്ങനെ പല പല മാവുകൾ അവയുടെ പ്രത്യേക സ്വാദുകളോടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആ മാവിൻ ചുവട്ടിൽ കഴിച്ച ബാല്യകാലം ഓർക്കുകയാണ് ഉപന്യാസകാരൻ. എന്നാൽ കൊതിയ സമാജം കൂടിയിരുന്നത് ഞങ്ങളുടെ വക മുല്ലശ്ശേരിൽ പറമ്പിൻ്റെ അതിരിൽ നിന്ന ശർക്കര മാവിൻ്റെ കീഴിലായിരുന്നു. ചുള്ളിക്കമ്പുകൾ വിറകാക്കി ഉയർത്തിയ ഹോമാഗ്നിയിൽ മാങ്ങനീര് ഹഫിസാക്കി ഞങ്ങൾ അണ്ണാൻ പിറന്നാൾ എന്ന മഹായജ്ഞം നടത്തിയിരുന്നു. ആ ഹോമധൂപം മാവിൻ്റെ ഉയരത്തിൽ ചെല്ലുമ്പോൾ മാവ് പ്രീതിയോടെ മാങ്ങ പൊഴിച്ചു തരും. വീണ മാങ്ങയുടെ ഞെട്ടിനുള്ളി ഉണ്ണിയിട്ടാൽ പകരമൊരു മാങ്ങ വീഴും. അതിൻ്റെ അവകാശി ഉണ്ണിയിട്ട ആളാണ്. ഇക്കാറ്റും കാറ്റല്ല, മറുകാറ്റും കാറ്റല്ല, മാവേലിക്കുന്നത്തെ പൂവാലൻ കാറ്റേ ഓടിവ എന്ന് ആവാഹിച്ചാൽ വായു ഭഗവാൻ വന്ന് വിമനസ്സായി നിൽക്കുന്ന മാവിൻ്റെ ശാഖകളെ ഉലച്ച് മാങ്ങകൾ പൊഴിച്ചു തരും. അണ്ണാൻ കുഞ്ഞൂഞ്ഞെ കാക്കക്കഴുവേറി എന്നിങ്ങനെ ഇണക്കിയും പിണക്കിയും അവരെ കൊണ്ട് മാങ്ങകൾ കൊത്തിയിടുവിക്കും. അങ്ങനെ എന്തെല്ലാം മന്ത്രതന്ത്രങ്ങൾ!
ഉപാസനകൾ മാവിൻ ചുവട്ടിൽ നടന്നിരുന്നു. ഇന്ന് മാങ്ങമരം കാണാത്ത കുട്ടികൾ കേരളത്തിൽ ഉണ്ടാവില്ലെങ്കിലും ഈ പറഞ്ഞ പഴയ അപരിഷ്കൃത മട്ടുകൾ അവർ അറിയാനിടയില്ല. 2-3 മാവിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു. എന്നാൽ കൊതിയ സമാജം, അതായത് കൊതിയന്മാരായ മാങ്ങാക്കൊതിയന്മാരായ കുട്ടികൾ കൂടിയിരുന്നത് ഇദ്ദേഹത്തിൻ്റെ തറവാട്ട് വകയുള്ള പറമ്പിൽ, മുല്ലശ്ശേരിൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ തറവാട്ട് പേര്. ആ തറവാട്ട് പറമ്പിൻ്റെ അതിരിലുള്ള ഒരു ശർക്കര മാവുണ്ട്. ആ മാവിൻ്റെ കീഴിലാണ് കുട്ടികളൊക്കെ കൂടിയിരുന്നത്. ഈ ശർക്കര മാവിൻ്റെ കീഴിൽ ചുള്ളിക്കമ്പുകൾ വിറകാക്കി ഉയർത്തിയുണ്ടാക്കിയ ഹോമാഗ്നിയിൽ മാങ്ങയുടെ നീര് ഹോമദ്രവ്യമാക്കിയിട്ട് ഇവർ അണ്ണാൻ പിറന്നാൾ എന്ന മഹായജ്ഞം നടത്തിയിരുന്നു. അതായത് ലേഖകനും കൂട്ടുകാരും കൂടി ഒരു ഹോമകുണ്ഡമുണ്ടാക്കി. ഹോമകുണ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഹോമം കഴിക്കുന്ന ആ ഒരു ചതുരത്തിൽ കെട്ടിയുണ്ടാക്കില്ലേ, അങ്ങനെ ഒരു ഹോമകുണ്ഡം ഉണ്ടാക്കും. എന്നിട്ട് അവർ അതിൽ കുറേ ചുള്ളിക്കമ്പുകളൊക്കെ പെറുക്കിയിട്ട്, കുട്ടികൾ കളിക്കുകയാണ് മാവിൻ്റെ ചുവട്ടിൽ, അപ്പോൾ ചുള്ളിക്കമ്പുകളൊക്കെ പെറുക്കിയിട്ട് ആ ഒരു ഹോമകുണ്ഡത്തിൽ നിറയ്ക്കും. എന്നിട്ടതിന് തീ കൊടുക്കും. ഈ ഹോമത്തിൻ്റെ അഗ്നി എന്ന് പറഞ്ഞാൽ തീയിൽ സാധാരണ ഹോമകുണ്ഡത്തിൽ ഹോമദ്രവ്യങ്ങൾ ഒഴിക്കും. ഹവിസ് എന്ന് പറഞ്ഞാൽ ഹോമദ്രവ്യമാണ്, നെയ്യ് പോലുള്ള ദ്രവ്യങ്ങൾ ഒഴിക്കും. അപ്പോൾ ഇവിടെ ഇവർ കളിക്കുകയാണല്ലോ, അപ്പോൾ ഈ ഹോമാഗ്നിയിൽ അല്ലെങ്കിൽ ഹോമകുണ്ഡത്തിൽ ഒഴിക്കുന്ന ഹവിസ് എന്താണ്, മാങ്ങ പിഴിഞ്ഞിട്ട് ആ നീരിങ്ങനെ ഒഴിക്കും, നെയ്യ് ഒഴിക്കുന്നത് പോലെ ഒഴിക്കും. എന്നിട്ട് അണ്ണാൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ് ആര്, കുട്ടികൾ അല്ലേ. അങ്ങനെ ഒരു മഹായജ്ഞം, ഒരു യാഗമൊക്കെ നടത്തുകയാണ് അണ്ണാൻ്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട്. എന്നിട്ട് ആ ധൂപം, അതിൽ നിന്നിങ്ങനെ ധൂപം പോകും. ധൂപം എന്ന് പറഞ്ഞാൽ എന്താ, പുക അല്ലേ. ആ ഹോമത്തിൽ പുക ഇങ്ങനെ ഉയർന്നു പോകുമല്ലോ, തീ കൊടുക്കുമ്പോൾ അതിൽ പുകയുണ്ടാവും. വിറകിൻ ചുള്ളിക്കമ്പിന് തീ കൊടുക്കല്ലേ, അപ്പോൾ ആ പുക ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ അത് ഉയരത്തിൽ ചെല്ലുമ്പോൾ മാവിൻ്റെ ഇലകളിലൊക്കെ തട്ടും പുക. അപ്പം ഈ മാവ് പ്രീതിയോടെ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ അല്ലേ, ഇഷ്ടത്തോടെ മാങ്ങ ഇങ്ങനെ കുട്ടികൾക്ക് പൊഴിച്ചു കൊടുക്കുന്നതാണ്, പൊഴിച്ചു തരുന്നതാണ് അവരുടെ വിശ്വാസം. അതിനു വേണ്ടിയാണ് ഇവർ അണ്ണാൻ പിറന്നാൾ മാവിൻ്റെ ചുവട്ടിൽ ആഘോഷിക്കുന്നത്. ഇനി അത് മാത്രമല്ല, വീണ മാങ്ങയുടെ ഞെട്ടി നുള്ളിയിട്ട് അതിൻ്റെ ആ ഞെട്ടി പൊട്ടിച്ചിട്ട് ഉണ്ണിയിടുക എന്ന് പറഞ്ഞാൽ ഈ ഞെട്ടി നുള്ളിയിട്ട് മാവിൻ്റെ മുകളിലേക്ക് എറിയാം. അപ്പം പകരം ഒരു മാങ്ങ വീഴും. അപ്പം ഉണ്ണിയിടുക എന്നാണ് ആ കളിക്ക് പറയുന്നത്. അപ്പോൾ ഈ ഞെട്ടിനുള്ളി മേലെ ഇട്ടിട്ടാൽ പിന്നീട് വീഴുന്ന മാങ്ങ, അതായത് അതിൻ്റെ അവകാശി ആരാണ്, ഉണ്ണിയിട്ട ആളാണ്. അതായത് ആരാണോ മുകളിലേക്ക് ആ ഞെട്ടി എറിഞ്ഞത് അവർക്കാണ് ഇനി പിന്നീട് വീഴുന്ന മാങ്ങ. പിന്നെ മറ്റെന്തൊക്കെ കളികളാണ് ഇവർ മാവിൻ ചുവട്ടിൽ കളിച്ചിരുന്നത് നോക്കുക. അവർ പാട്ട് പാടും. എന്ത് പാട്ടാണ് പാടുക, ഇക്കാറ്റും കാറ്റല്ല മറുകാറ്റും കാറ്റല്ല മാവേലിക്കുന്നത്തെ പൂവാലം കാറ്റേ ഓടിവ എന്നിങ്ങനെ ഭഗവാനെ ആവാഹിക്കാൻ വേണ്ടിയിട്ടാണ് പാടുന്നത്. ഏത് ഭഗവാനെ, വായു ഭഗവാൻ. ഇങ്ങനെ വായു ഭഗവാനെ ആവാഹിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ വരുത്തുന്നതിന് വേണ്ടി പാട്ട് പാടുമ്പോൾ വിമനസ്സായി നിൽക്കുന്ന മാവിൻ്റെ ശാഖകളെ, അതായത് ഭഗവാൻ വന്നിട്ട് വിമനസ്സായി നിൽക്കുന്ന, വിമനസ്സ് എന്ന് പറഞ്ഞാൽ മാങ്ങ പൊഴിക്കാൻ തീരെ താല്പര്യമില്ലാതെ അല്ലേ, മനസ്സില്ലാതെ നിൽക്കുന്ന മാവിൻ്റെ ശാഖകളെ ഉലച്ച് മാങ്ങകൾ പൊഴിച്ചു കൊടുക്കുമാര്, വായു ഭഗവാൻ. അതേപോലെ അണ്ണാൻ കുഞ്ഞൂഞ്ഞെ കാക്ക കഴിവേറി അല്ലേ, അണ്ണാൻ കുഞ്ഞൂഞ്ഞിനെ വളരെ ഇണക്കിക്കൊണ്ട് പാട്ട് പാടും അല്ലേ. അണ്ണാൻ കുഞ്ഞൂഞ്ഞിനെ വിളിക്കുക, വളരെ സ്നേഹത്തോടെ വിളിക്കും. അപ്പോൾ അണ്ണാൻ കുഞ്ഞൂഞ്ഞ് മാങ്ങ പൊഴിച്ചു കൊടുക്കും. അതേപോലെ എന്താണ്, കാക്ക കഴിവേറി, കാക്കയെ പിണക്കി വിളിക്കും അല്ലേ, കഴിവേറി എന്നൊക്കെ വിളിക്കുമ്പം കാക്ക ദേഷ്യം പിടിച്ചിട്ട് മാങ്ങകൾ കൊത്തി താഴേക്കിടും. അങ്ങനെ എന്തെല്ലാം മന്ത്രതന്ത്രങ്ങളായിരുന്നു മാവിൻ ചുവട്ടിൽ അരങ്ങേറിയിരുന്നത് അല്ലേ. അതേപോലെ ഉപാസനകൾ അല്ലേ, ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ, ആരാധന അല്ലേ, ദൈവത്തെ ആരാധിക്കുക. മാവിൻ ചുവട്ടിൽ അത്തരം ഉപാസനകളും മന്ത്രതന്ത്രങ്ങളൊക്കെ നടന്നിരുന്നു. എന്നാൽ ഇന്ന് മാങ്ങമരം കാണാത്ത കുട്ടികൾ കേരളത്തിലുണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞ അപരിഷ്കൃതമായ അല്ലേ, നമ്മൾ അപരിഷ്കൃതം എന്നാണ് പറയുക, പരിഷ്കാരമില്ലാത്ത മട്ടുകൾ, അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അറിയാനിടയില്ല. ഇതുപോലുള്ള ഉപാസനകളോ മന്ത്രതന്ത്രങ്ങളൊന്നും അവർ മാവിൻ്റെ ചുവട്ടിൽ ചെയ്യാറില്ല അല്ലേ. മാങ്ങ വീണെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് വീഴ്ത്തും. അതല്ലാതെ വായു ഭഗവാനെ
ആവാഹിക്കുകയോ എന്നാൽ അതേപോലെ ഹോമകുണ്ടങ്ങൾ ഉണ്ടാക്കി ഹോമാഗ്നി ഹവിസൊക്കെ ഒഴിച്ചിട്ട് അണ്ണാൻ പിറന്നാൾ ആഘോഷിക്കുകയോ ഇങ്ങനെയൊന്നും ഇന്നത്തെ കുട്ടികൾ ചെയ്യാറില്ല. എന്തൊക്കെ കളികളാണ് മാവിൻ്റെ ചുവട്ടിൽ അരങ്ങേറിയിരുന്നത് എന്ന് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നന്നായി ഓർത്തു വയ്ക്കണം. മാവിനോടുള്ള പ്രേമം നാട്ടിൻപുറത്തെ കുട്ടികളിൽ മാത്രമല്ല കവികളിലും കാണാം. കവികളായവരെല്ലാം നാട്ടിൻപുറത്തെ ഏതെങ്കിലും കൊതിയ സമാജത്തിൽ അംഗങ്ങളായിരുന്നിരിക്കണം. അല്ലായെങ്കിലുണ്ടോ തേനൂറുന്ന കവിത രചിക്കാൻ അവർക്ക് കഴിയുന്നു? സർവ വൃക്ഷങ്ങൾക്കും മീതെയെന്ന് ഭാവിച്ചു നിൽക്കുന്ന അശ്വത്ഥമോ, ഘനസുഗന്ധിയായ സ്വർണ്ണപ്പൂക്കൾ വിരിയിച്ചു നിൽക്കുന്ന ചെമ്പകമോ, സുരഭില സ്വർണ്ണ നക്ഷത്രങ്ങൾ പൂക്കുന്ന ഇലഞ്ഞിയോ, രജത നക്ഷത്രങ്ങൾ ചൂടി നിൽക്കുന്ന പുന്നയോ, പൊന്നശോകം പോലുമോ? അല്ല, കവിഭാവനയെ ഏറ്റവും കൂടുതൽ ഉദ്ദീപ്തവും ഉന്മത്തവുമാക്കിയിട്ടുള്ളത് ആ ബഹുമതി മാവിനു തന്നെയാണ്. കാമദേവൻ ചൂതസായകനാകുമ്പോൾ അങ്ങനെയല്ലേ വരൂ? കുറെ കൂടെ നേര് ഈ കവികൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാമ്പൂ ഒടിച്ച് കാമൻ്റെ കയ്യിൽ സായകമായി കൊടുത്തു എന്നതായിരിക്കണം. പൂത്തിരി കത്തിച്ചതുപോലെയുള്ള മാമ്പൂക്കുല ഒടിച്ച് കുസൃതിക്കുട്ടനെപ്പോലെ കവിതാങ്കണത്തിൽ ഓടിയെത്തിയ വൈലോപ്പിള്ളി മാമ്പഴത്തിൽ കൂടെ ഉത്കടമായ വേദനയുടെ മാധുര്യം പകർന്നു തന്നാണല്ലോ നമുക്ക് പ്രിയങ്കരനായി തീർന്നത്. ലേഖകൻ പറയുന്നത് മാവുകളോട് നാട്ടിൻപുറത്തെ കുട്ടികൾക്ക് മാത്രമല്ല കവികൾക്കും സ്നേഹമുണ്ടായിരുന്നു. അതായത് കവിഭാവനയെ ഏറ്റവും കൂടുതൽ പ്രകാശിപ്പിച്ചത് മാവാണ് എന്നുള്ളതാണ്. കവികളായവരെല്ലാം നാട്ടിൻപുറത്തെ ഏതെങ്കിലും കൊതിയ സമാജത്തിൽ അംഗങ്ങളായിരുന്നിരിക്കണം. ഇതുപോലെ മാങ്ങാക്കൊതിയന്മാരായ കുട്ടികളുടെ സംഘത്തിലെ അംഗം തന്നെ ആയിരിക്കണം കവികളായ എല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് തേനൂറുന്ന കവിതകൾ രചിക്കാൻ മാവിനെക്കുറിച്ചും മാമ്പഴത്തെക്കുറിച്ചും തേനൂറുന്ന കവിതകൾ രചിക്കാൻ ആർക്ക് കഴിയുന്നത്? കവികൾക്ക് കഴിയുന്നത്. സർവ വൃക്ഷങ്ങൾക്കും മീതെ എന്ന് ഭാവിച്ച് നിൽക്കുന്ന, അതായത് എല്ലാ വൃക്ഷങ്ങളുടെയും മീതെയാണ് ഞാൻ, അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്കിടയിൽ നല്ല സ്ഥാനം എനിക്കുണ്ട് എന്നൊക്കെ കരുതി നിൽക്കുന്ന അശ്വത്ഥം എന്ന് പറഞ്ഞാൽ അരയാൽ ആൽമരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ആൽമരത്തിൻ്റെ വിചാരം എന്താണ്? എല്ലാ മരങ്ങൾക്കും മീതെയാണ് ഞാനെന്നാണ്. ഘനസുഗന്ധിയായ സ്വർണ്ണപ്പൂക്കൾ വിരിയിച്ച് നിൽക്കുന്ന ചെമ്പകം. എന്താ ഘനസുഗന്ധി എന്ന് പറഞ്ഞാൽ? ശ്രേഷ്ഠമായ സുഗന്ധം ശ്രേഷ്ഠമായ സുഗന്ധമുള്ള നല്ല മണമുള്ള സ്വർണത്തിൻ്റെ വർണ്ണത്തിലുള്ള പൂക്കൾ വിരിയിച്ച് നിൽക്കുന്ന ചെമ്പകമോ, സ്വർണ്ണ നക്ഷത്രങ്ങൾ പൂക്കുന്ന ഇലഞ്ഞിയോ, സുരഭിലമായ സുഗന്ധമുള്ള സ്വർണ്ണ നക്ഷത്രങ്ങൾ, അതായത് നക്ഷത്രം പോലുള്ള പൂക്കൾ വിരിയിച്ച് നിൽക്കുന്ന ഇലഞ്ഞിയോ, രജത നക്ഷത്രങ്ങൾ ചൂടി നിൽക്കുന്ന പുന്നയോ. രജതം എന്ന് പറഞ്ഞാൽ വെള്ളി നക്ഷത്രങ്ങൾ പോലെ വിടർന്നു നിൽക്കുന്ന പൂക്കളുള്ള പുന്നമരം, പുന്നക്കായ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. പുന്നയോ, പൊന്നശോകം പോലുമോ, അശോകമരം, ചുവന്ന പൂക്കളുള്ള അശോകമരം. ഇവയൊന്നുമല്ല കവിഭാവനയെ ഏറ്റവും കൂടുതൽ ഉദ്ദീപ്തവും ഉന്മത്തവുമാക്കിയിട്ടുള്ളത്. എന്താ ഉദ്ദീപ്തം എന്ന് പറഞ്ഞാൽ? ജ്വലിക്കുന്നത് എന്നർത്ഥം, ജ്വലിക്കുന്നത്. ഉന്മത്തം എന്ന് പറഞ്ഞാൽ അതിൽ ലയിച്ചു പോകുക എന്നർത്ഥം. കവിഭാവന ലയിച്ചു പോയത് അല്ലെങ്കിൽ കവിഭാവനയെ ജ്വലിപ്പിച്ചത് ഇത്തരം വൃക്ഷങ്ങളൊന്നുമല്ല, പിന്നെ എന്താണ്? മാവ് തന്നെയാണ്. ആ ബഹുമതി ആർക്ക് തന്നെയാണ്? മാവിന് തന്നെയാണ്. അതായത് കവികൾ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് മാവിനെക്കുറിച്ചും മാമ്പൂവിനെക്കുറിച്ചുമാണ് എന്നാണ് ലേഖകൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാമദേവൻ ചൂതസായകനാവുമ്പോൾ അങ്ങനെയല്ലേ വരൂ? കാമദേവൻ കാമദേവൻ? പ്രേമത്തിൻ്റെയൊക്കെ ദേവനാണ് കാമദേവൻ, സ്നേഹത്തിൻ്റെ ദേവൻ. കാമദേവൻ ചൂതസായകനാവുമ്പോൾ, അതായത് കാമദേവൻ മാമ്പൂവ് അസ്ത്രമായിട്ടുള്ളവനാണ്. കാമദേവൻ്റെ അസ്ത്രം എന്താണ്? മാമ്പൂവാണ്. ചൂതം എന്ന് പറഞ്ഞാൽ മാവ്, സായകം എന്ന് പറഞ്ഞാൽ അമ്പ്. കാമദേവൻ്റെ അമ്പുകളായിട്ട് 5 പുഷ്പങ്ങളുണ്ട്. അതിലൊന്നാണ് മാമ്പൂവ്. അശോകം,
അരവിന്ദം, നീലോൽപ്പലം, നവമാലിക ഇവയാണ് മറ്റുള്ളവ. അപ്പോൾ ഈ 5 പുഷ്പങ്ങളാണ് കാമദേവൻ്റെ അമ്പുകളായിട്ട് പറയുന്നത്. അപ്പോൾ കാമദേവൻ മാമ്പൂവ് അസ്ത്രമായിട്ടുള്ളവനാണ്. ഒരുപക്ഷെ കവികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മാവ് എന്ന് പറഞ്ഞു. കവികൾ തന്നെ ആവാം കാമദേവൻ്റെ അസ്ത്രം മാമ്പൂവാണെന്ന് സങ്കല്പിച്ചത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ കവികൾക്ക് പ്രിയപ്പെട്ടതാണ് മാമ്പൂവും മാമ്പഴവും മാവും ഒക്കെ എന്ന് പറഞ്ഞു അല്ലേ. അതിന് മറ്റൊരു ഉദാഹരണമാണ് വൈലോപ്പിള്ളിയുടെ മാമ്പഴമെന്ന കവിത. അത് വായനക്കാരിലേറെ മാധുര്യം പകർന്നു നൽകിയ, വേദനയുടെ മാധുര്യം പകർന്നു നൽകിയ പ്രിയങ്കരമായ, എല്ലാവർക്കും പ്രിയങ്കരമായ കവിതയാണ് വൈലോപ്പിള്ളിയുടെ മാമ്പഴം. ആ മാമ്പഴത്തിൽ കൂടെ ഉത്കടം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച എന്നർത്ഥം. വർദ്ധിച്ച വേദനയുടെ മാധുര്യമാണ് വായനക്കാർക്ക് പകർന്നു നൽകിയത്. അപ്പോൾ കവികളൊക്കെ മാവിനോടും മാമ്പൂവിനോടും ഇഷ്ടമുള്ളവരായിരുന്നു എന്ന് ഇത്തരം ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ് AP ഉദയഭാനു. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം.